മറ്റാരുണ്ട് LDF അല്ലാതെ? ടീച്ചർ ഇത്രയും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതിൻ്റെ ഒരു കാരണം പിണറായിയെ പോലെ തന്നെ ഏറ്റവും സ്റ്റാർ എന്താ പറയേണ്ട ഒരു കാൻഡിഡേറ്റ് എന്ന് പറയാവുന്ന LDFനെ സംബന്ധിച്ച് KK ശൈലജ തന്നെയല്ലേ? ഞാനങ്ങനെ ഇതുവരെ ഒരു സ്റ്റാറായിട്ട് കണക്കാക്കിയിട്ടേ ഇല്ല. ഞാൻ എൻ്റെ പാർട്ടിക്കകത്ത് എല്ലാ മെമ്പർമാരെയും പോലുള്ള ഒരു സാധാരണ അംഗമാണ്. പക്ഷേ ഞാൻ പാർട്ടിക്ക് CC മെമ്പറാണ്, കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ഞങ്ങൾ ആരും അങ്ങനെ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഇടപെടാറുമില്ല, അങ്ങനെ ചിന്തിക്കാറുമില്ല. ആ പ്രയോഗം തന്നെ ചിലപ്പോൾ ഒരു ശരിയായിട്ടുള്ളതല്ല. ഈ മത്സരിക്കുന്ന എല്ലാ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളും സ്റ്റാറാണ്. പക്ഷേ ഇത് എൻ്റെ നാടാണ്, ഇവിടെ വികസനം ആഗ്രഹിക്കുന്നു ജനം. ഞാനീ പറഞ്ഞ പിൽഗ്രിമേജ് ടൂറിസവും വന്യജീവി സംരക്ഷണത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഞാനത് ഉറപ്പായിട്ടും ഉണ്ടാക്കിയിട്ടുള്ള പ്ലാനൊക്കെ ഉണ്ട്. അത് ഇംപ്ലിമെന്റ് ചെയ്യും. ഇവിടെ MLA ആയി വന്നാൽ 15 വർഷമാണ് നഷ്ടപ്പെട്ടത്. അതെ ടീച്ചറെ, ഇവിടെ നമ്മളിപ്പോൾ എണ്ണി തൂക്കി പറയുന്നുണ്ടായിരുന്നു ഈ ഭൂരിപക്ഷത്തിന്റെ കാര്യമൊക്കെ 3000 ജില്ലാനത്തിലാണ് അത് കുറഞ്ഞു നിൽക്കുന്നതെന്ന്. ഇവിടെ ഏതാണ്ട് 1500-2000 SDPI വോട്ടുണ്ട്. ഇത്രയും തിൻ മാർജിനിൽ വിധി ഇങ്ങനെ നിർണ്ണയിക്കപ്പെടുന്ന ഒരു മണ്ഡലത്തിൽ ആ വോട്ടുകൾ പ്രധാനമാണ്. അതേപോലെ ടീച്ചറിന്റെ അഭിപ്രായം? SDPI 1500-2000 വോട്ടുണ്ട് അവർക്ക്. ഞങ്ങൾ LDF എന്ന് പറഞ്ഞൊരു മുന്നണിയാണല്ലോ. മറ്റ് ഏതെല്ലാം പാർട്ടിയിൽ ആരെല്ലാം എങ്ങനെയെല്ലാം വോട്ട് ചെയ്യുന്നു എന്ന് എനിക്കിപ്പോൾ നിശ്ചയിക്കാൻ പറ്റൂല. അപ്പോൾ ഞങ്ങളുടെ മുന്നണിയായിട്ട് ഇവിടെ മത്സരിക്കുന്നുണ്ട്. അതുപോലെ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളോടും, എൻ്റെ നാടാണിത്, ഈ നാട്ടിലെ മുഴുവൻ ആളുകളോടും പേരാവൂരിൻ്റെ വികസനത്തിന് വേണ്ടി ഒരു വോട്ട് എന്നതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. അതിപ്പോൾ SDPI ചെയ്താലും ഓക്കെ. എനിക്കറിയില്ല അവരാർക്കാ ചെയ്യാന്നുള്ളത്. പിന്നെ ഇങ്ങനെ ചോദിച്ചിട്ട് എന്താ വേണ്ട? ഈ കണ്ണൂർ ഇന്നലെ ഞങ്ങൾ ഇവിടെയൊക്കെ നടക്കുമ്പോൾ കാണുന്നൊരു കാഴ്ച എന്ന് പറയുന്നത് കേരളത്തിലെമ്പാടും അതേ കണ്ണൂർ പ്രത്യേകിച്ചും എല്ലായിടവും പിണറായിയുടെ മാത്രം ഹോർഡിങ്ങുകളാണ്. അതേപ്പറ്റി തന്നെ രാഹുൽ ഗാന്ധി പ്രതികരിക്കുകയുണ്ടായി. മറ്റാരുമില്ല, ഈ ഒരൊറ്റ നേതാവേ ഉള്ളൂ എന്നത് കേരളത്തോടുള്ള അവഹേളനമാണ്. ഇടതുപക്ഷത്തിലെ മറ്റ് സഹപ്രവർത്തകർ സ്ഥാനാർത്ഥികളടക്കമുള്ളവരോടുള്ള അവഹേളനമാണെന്നാണ്. പിണറായി കേരളത്തിലെ മുഖ്യമന്ത്രിയാണിപ്പോ. ഒരു പടമെങ്കിലും വേറെ ആളുടെ വെച്ചൂടെ? വേറെ ആരുടേതാണ്? കൂടെ ആരുടേതാണ് വെക്കേണ്ടത്? ഞങ്ങളുടെ എല്ലാവരെയും കൂടി വെക്കാൻ പറയും ഒരു ബോർഡിൽ. അപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി LDFന്റെ കേരളത്തിൻ്റെ ഭരണത്തിൻ്റെ പ്രതീകമാണ്. അതിപ്പോൾ പിണറായി ആയതുകൊണ്ട് പിണറായിയുടെ ചിത്രം അവിടെ വരുന്നു. അതിലെന്തിനാ അസഹിഷ്ണുത ഉണ്ടാവുന്നത്? ഒരു കാര്യം കൂടി ടീച്ചറെ, നമുക്ക് ഈ പറയുന്ന ഇപ്പൊ തീർക്കാം ടീച്ചറെ. കാഫർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ കൈപൊള്ളിയതാണ് LDFന്. ടീച്ചറായിരുന്നു അന്ന് വടകരയിലെ സ്ഥാനാർത്ഥി. ഇപ്പോൾ അതേപോലെ തന്നെ കൗമത്തിലെ കുട്ടി പേരാമ്പ്രയിലൊരു വിവാദമായി നിൽക്കുന്നു. അവിടെ എല്ലാവരും ചേർന്നുകൊണ്ട് ഇന്നിപ്പോൾ ഇരിട്ടിയിൽ നിങ്ങളെല്ലാവരും ചേർന്നുകൊണ്ടാണ് കുട്ടിക്കലാശം. പേരാമ്പ്രയിൽ അതിനുപോലും മുൻകരുതൽ എടുക്കുകയാണ്. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു തുടർച്ചയായി ഈ LDFനെ കേന്ദ്രീകരിച്ച്? ഇതൊന്നും ഞങ്ങൾ ഉണ്ടാക്കുന്നതാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? ഇത്തരം വിവാദങ്ങൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ അന്വേഷണാത്മക പത്രപ്രവർത്തനമല്ലേ ഉണ്ണിബാലകൃഷ്ണൻ നടത്തുന്നത്? അതെല്ലാം വിശദീകരിച്ച് നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാവും ആരാണ് പുറകെയെന്ന്. ഞങ്ങൾ ഒരു വിവാദം ഉണ്ടാക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടില്ല, ഇന്ന് വരെ ഇനി ചെയ്യുകയില്ല. അവസാനം ടീച്ചറെ, ഭൂരിപക്ഷം എത്രയായിരിക്കും? ഭൂരിപക്ഷം ഇപ്പോഴും ഞാൻ പറയണോ? അത് 10,000 വോട്ട് ടീച്ചർ എന്ന് പറയും. ഇവരെല്ലാം കൂടി പറയുന്നു. അപ്പൊ ചരിത്രം തിരുത്തിക്കൊണ്ട് ടീച്ചർ സംസാരിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചോദിക്കാം. പ്രിയമുള്ളവരെ, നമ്മള് തെരഞ്ഞെടുപ്പിന്റെ തൊട്ടടുത്ത ദിവസമാണ്. മറ്റാരുണ്ട് LDF അല്ലാതെ? ഇന്ന് വൈകുന്നേരം കൊണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം, പൊതുപ്രചാരണം അവസാനിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ അടുത്താണ് അഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ മികച്ച പ്രതികരണമാണ് പേരാവൂരിലെ ജനങ്ങളിൽ നിന്നുണ്ടാവുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, 15 വർഷക്കാലം ഈ പേരാവൂർ മണ്ഡലത്തിന് തനതായ ഒരു പദ്ധതിയും ഉണ്ടായില്ല എന്നുള്ളത് ഓരോ പ്രദേശത്ത് ചെല്ലുമ്പോഴും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും, ഞാൻ നേരത്തെ പേരാവൂർ MLA ആയപ്പോഴാണ് നമ്മുടെ ആറളം പാലവും ജബ്ബാർക്കടവ് പാലവും ആറളം ഫാമിലെ വളയഞ്ചാൽ പാലവും ഓടന്തോട് പാലവും എല്ലാം നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചത്. അപ്പുറത്ത് മട്ടന്നൂരേക്ക് പോയാൽ വേറെ കുറേ വികസനമുണ്ട്. കാരണം അന്ന് മട്ടന്നൂർ പേരാവൂരിൻ്റെ ഭാഗമായിരുന്നു. ഇവിടുത്തെ IHRD കോളേജ്, ഇവിടുത്തെ ITI, ഇവിടുത്തെ 110 kV സബ്സ്റ്റേഷൻ, പഴശ്ശി ഡാം സൈറ്റിലെ ടൂറിസം പദ്ധതിയുടെ തുടക്കം, 19-ാം മൈൽ പഴശ്ശി പ്രൊജക്ട് റോഡ്, മാടത്തിൽ കീഴ്പള്ളി റോഡ്, നമുക്കങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒട്ടേറെ കാര്യങ്ങൾ 96-2011 ഉണ്ടാക്കാൻ സാധിച്ചെങ്കിൽ ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായ എന്നെ തിരഞ്ഞെടുക്കുകയും LDF കേരളത്തിൽ അധികാരത്തിൽ വരികയും ചെയ്യുമ്പോൾ ഈ പേരാവൂർ മണ്ഡലത്തിന് വേണ്ടി ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ മാധ്യമങ്ങൾ ഏത് വികസന പ്രവർത്തനം എടുത്താലും അതിനകത്ത് എന്തെങ്കിലും ഒരു കുസൃതി കണ്ടെത്തും.
നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നുമില്ല. എന്നോട് മീഡിയ ചോദിച്ചത് കൊട്ടിയൂർ അമ്പലത്തിൻ്റെ വികസനം ആരെങ്കിലും പ്രത്യേകിച്ച് ആകർഷിക്കാനാണോ? അല്ല, അവിടെ കൊട്ടിയൂർ വരുന്ന ഭക്തജനങ്ങൾക്ക് സൗകര്യം ഒരുക്കിയില്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഈ പിൽഗ്രിമേജ് ടൂറിസം പ്രോത്സാഹിപ്പിച്ചാൽ, തീർത്ഥാടന ടൂറിസം പ്രോത്സാഹിപ്പിച്ചാൽ നമ്മുടെ നാട്ടിലെ ഒരുപാട് ജനങ്ങൾക്ക് അതിൻ്റെ ഭാഗമായിട്ട് ജീവിതവും ഉണ്ടാകും എന്നുള്ളതാണ് എല്ലാ പ്രദേശത്തും ഉണ്ടാകുന്ന അനുഭവം. ഒരുപാട് ആളുകൾ ഇപ്പോൾ കൊട്ടിയൂർ ഓടപ്പൂ തയ്യാറാക്കിയിട്ട് തന്നെ ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഒരു ഭാഗത്ത് ഭക്തജനങ്ങൾക്ക് സൗകര്യപ്രദമായി ഭക്തി പ്രകടിപ്പിക്കാൻ കഴിയുന്ന അവസരം ഉണ്ടാകണം. മറുഭാഗത്ത് ധാരാളം ആളുകൾ വന്നു ചേരുമ്പോൾ നാട്ടുമ്പുറത്തെ കുറേ പേർക്കെങ്കിലും അവരുടെ ജീവിതം പുഷ്ടിപ്പെടുത്താനുള്ള സൗകര്യം ഉണ്ടാകണം. കൊട്ടിയൂർ മാത്രമല്ല, കുരിശുമല തീർത്ഥാടന കേന്ദ്രം അവിടെ ഞാൻ ചെന്നപ്പോൾ പള്ളിയിലെ വികാരി അച്ഛൻ പറഞ്ഞു, ഇവിടെ കുരിശുമല ഇവിടെ അടുത്താണ്, കയറി ചെന്നാൽ അതിമനോഹരമായ ഇടമാണ്. സഹനത്തിൻ്റെ വഴിയിൽ കുരിശുമേന്തി ആ മല നടന്നു കയറുന്ന ഭക്തന്മാരുണ്ട്. അവരുടെ സൗകര്യം, അതിൻ്റെ നടന്നിട്ടേ ആളുകൾ പോവുള്ളൂ. സാധാരണ നടക്കാതെ അവിടെ സന്ദർശിക്കുന്നതിനും വിരോധമില്ല. പക്ഷേ ആ കുരിശുമലയിൽ കേൾക്കാമോ ഇവിടെ പറയുന്നത്? അതെല്ലാം തീർത്ഥാടന ടൂറിസത്തിൽ ഉൾപ്പെടുത്തുമെന്നാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ അവിടെ നിങ്ങൾക്ക് കാണാമല്ലോ ടീച്ചർ, ഇപ്പോ ഇവിടെയുള്ള LDF പ്രവർത്തകരോടൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിനുശേഷം ഈ പ്രഭാത നടത്തം തുടരും, പ്രചാരണവും തുടരും. നമുക്ക് ഇവിടെയുള്ള ആളുകളോട് കൂടെ അഭിപ്രായം ചോദിക്കാം. ഇവിടെയുള്ള ആളുകളോട് അഭിപ്രായം ചോദിക്കാം. ടീച്ചർ എത്ര ഭൂരിപക്ഷത്തിൽ ജയിക്കും? ടീച്ചർ കുറഞ്ഞത് ഒരു 10,000 വോട്ടിന് പേരാവൂർ മണ്ഡലം തിരിച്ചുപിടിക്കും. നിങ്ങൾ എല്ലാവരും 10,000 കണക്കൂട്ടി പറയുന്നുള്ളൂ. എന്താ കാര്യം? അതാണ് നമ്മുടെ പാർട്ടിയുടെ കണക്ക്. പാർട്ടിയുടെ കണക്കതാണ്. പാർട്ടിയുടെ കണക്കല്ല, പൊതുവായിട്ടുള്ള എന്തായാലും കഴിഞ്ഞ വർഷം 3000 ചില്ലറ വോട്ടിനാണ് സണ്ണി ജോസഫ് ജയിച്ചിട്ടുള്ളത്. അത് തിരിച്ചുപിടിച്ച് ഇപ്രാവശ്യം 10,000 കണക്കിന് വോട്ടിന് വിജയിക്കുമെന്നുള്ളതാണ് സൂചന. ഇവിടെ എങ്ങനെയാ വിജയം ഉറപ്പാണോ? ഈ തൊപ്പി വെച്ചിട്ട് പിന്നെ വിജയം ഉറപ്പാണെന്നല്ലേ പറയൂ? ഭൂരിപക്ഷം ടീച്ചർ ഒരിക്കൽ കാലിടറിയിട്ടുള്ള മണ്ഡലം കൂടെയാണ്. 100% ജയിക്കുന്നതാണ് നമ്മളെ വിശ്വാസം. ഭരണ തുടർച്ച ഉണ്ടാവുമോ? ആരായിരിക്കും മുഖ്യമന്ത്രി? നമ്മൾ പറയാൻ പറ്റില്ല. അത് പാർട്ടി വനിതാ മുഖ്യമന്ത്രി അങ്ങനെ തീരുമാനം നമ്മളെ പാർട്ടിയിലല്ല. നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ അനുശേഷം മാത്രമേ. അപ്പൊ ടീച്ചറിന്റെ പ്രചാരണം നടക്കും. നമുക്ക് അവിടെ തൊപ്പി വെക്കാത്ത ആളുകളുടെ പ്രതികരണം എടുക്കാം. ലീനറ്റെ, തൊപ്പി വെക്കാത്ത ആളുകളുടെ പ്രതികരണം കൂടെ എടുക്കാം. ഈ മണ്ഡലത്തിലെ വോട്ടറാണോ? ഈ മണ്ഡലത്തിലല്ല, അല്ല, മട്ടന്നൂര് എന്തായാലും സ്വാഭാവികമായിട്ട് LDF-നല്ലേ? എല്ലാ വർഷവും ജയിക്കും. ഇവിടുത്തെ സ്ഥിതിയോ? ഇവിടുത്തെ സ്ഥിതി ഇച്ചിരി മോശം തന്നെയാണ്. കാരണം കോൺഗ്രസിനൊപ്പമാണ്, പക്ഷെ മാറുമെന്ന് പറയും. മാറിയല്ല, ഒരു തരത്തിലും മാറാൻ വഴിയില്ല. മാറില്ല, പക്ഷെ മട്ടന്നൂർ മാറില്ല. അതുപോലെ മാറില്ല. ശരി. സാർ ഈ മണ്ഡലത്തിലെ വോട്ടറാണോ? ആണോ? ആർക്കാ ഒരു മേൽക്കൈ മണ്ഡലത്തിൽ? വ്യക്തമായിട്ട് എനിക്ക് പറയാനാവില്ല. പിന്നെ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസമുണ്ട് മനസ്സിൽ. ടീച്ചർ ജയിക്കും. ഇവിടെ ഈ തുടർച്ചയായിട്ട് ഹാട്രിക് വിജയമൊക്കെ നേടിയിട്ട് KPC പ്രസിഡന്റ് നിൽക്കല്ലേ? അതേ, 10-15 കൊല്ലം ഇതിങ്ങനെ വെറുതെ എന്തെങ്കിലും ഇതുമായിട്ട് പോയാൽ പോരല്ലോ. നാട്ടിൽ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്നുള്ളൊരു വിശ്വാസം നമുക്ക് വേണ്ടേ? അവിടെ തൊപ്പി വെച്ച CPM-കാരും ഇടതുപക്ഷക്കാരാണ്. അവിടെ തൊപ്പി വെക്കാതെ നിൽക്കുന്ന ഇടതുപക്ഷക്കാരാണോ നിങ്ങൾ? അതെ, ഞാൻ സന്തോഷം വന്നതാ. എവിടുന്നാ? ഒന്നിച്ചു കൂടിയതാ. എൻ്റെ വീട്ടിൽ വരുമ്പോൾ ഞാൻ അതിൻ്റെ ഒന്നിച്ചും പോന്നതാ, സന്തോട്. അല്ല, ഇടതുപക്ഷ പ്രവർത്തകനാണോ? ആണ്. ഓക്കെ. എന്തായാലും മണ്ഡലം ഇത്തവണ മാറുമെന്നാണ് നിങ്ങൾ പറയുന്നത്. ഭരണ തുടർച്ച ഉണ്ടാവുമോ? മനസ്സിൽ മാറണമെന്നുള്ളത് തന്നെ. മണ്ഡലം ഇപ്രാവശ്യം സണ്ണി ജോസഫിൽ നിന്ന് പിടിച്ചെടുക്കും.